ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഒരു കുമ്പളങ്ങ ഓലൻ വെച്ചാലോ. ഞാൻ ഈ ഓലൻ വെക്കുന്ന ഇച്ചിരി സ്പെഷ്യലായിട്ടാണേ. നമുക്ക് വെള്ളരിക്കായ കൊണ്ടും കപ്പളങ്ങ കൊണ്ടൊക്കെ ഓലൻ വെക്കാം. പക്ഷെ നമ്മൾ കുമ്പളങ്ങ കൊണ്ട് ഓലൻ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനതിനകത്ത് ഈ വൻപയറൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. വൻപയർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ തേങ്ങാപ്പാലും വൻപയറും ഒക്കെ കൂടെ വന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. ഞാനൊരു അരക്കപ്പ് വൻപയറെടുത്ത് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറായപ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3/4 കപ്പോളമായിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അത് വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്കൊക്കെ വെള്ളം മതി. ഈ പയർ വേകാൻ വേണ്ടി ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വേകും. നമുക്ക് ഈ ഓലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബൗൾ നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് 1-ാം പാൽ നല്ല കട്ടിക്കും 2-ാം പാൽ ലൂസായിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു 2 വിസിൽ വന്നപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഈ കുമ്പളങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി വെക്കണേ. നമ്മൾ ഓലിനരയും നമുക്കറിയാമല്ലോ, അതൊരു സ്ലൈസായിട്ട് അല്പം കനം വേണം. ചിലർ കുറേയും കൂടെ വീതിയിലിടും. ഞാനിതൊരു 4ആയിട്ട് മുറിച്ചിട്ട് ആണ് ഇട്ടത് കേട്ടോ. ചെത്തി വൃത്തിയാക്കി കുമ്പളങ്ങ നമുക്ക് 4ആയിട്ട് മുറിച്ചതിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ കുരുവും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കളയാൻ ചെയ്യാം. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് ഒരു അല്പം കനം കുറച്ച് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. ചെത്തി വൃത്തിയാക്കി കഴിയുമ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണേ. അല്ലാണ്ട് നമ്മൾ അരിഞ്ഞിട്ട് പിന്നെ കഴുകാൻ നിൽക്കരുത്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ കനത്തിൽ നമുക്ക് അത് വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ മുഴുവൻ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഇനി ഈ മുറിച്ചെടുത്ത കുമ്പളങ്ങ നമ്മൾ കുക്കറിനകത്ത് വെന്തിരിക്കുന്ന പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കല്ല് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് നമുക്കിത് നന്നായി ഒറ്റൊരു വിസിൽ വന്നാൽ മതി. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു കടായിയിലേക്ക് മാറ്റാം. ഒറ്റ വിസിലിൽ നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ അധികം വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്കിതിനകത്തുള്ള ബാക്കി വെള്ളം ഒന്ന് നല്ല ഒന്നും ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് പിന്നെ അപ്പോൾ നമ്മൾ തീ ഓഫാക്കണം, പിന്നെ തിളയ്ക്കണ്ട. ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഏകദേശം നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. വൻപയറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ വിളമ്പാറാകുമ്പോഴത്തേനും ഇത് കറക്റ്റ് സെറ്റായിരിക്കും. ഒരല്പം ലൂസിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ സാധാരണ 2 സ്പൂണ് 2-3 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കരിയാപ്പില ഇട്ട് വെക്കലാണേ. പക്ഷെ ഇന്ന് നമുക്കൊന്ന് മാറ്റി ചെയ്യാം. എണ്ണ ചൂടായി വന്നപ്പോൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് അധികം ചൂടായി തിളച്ചൊന്നും പോയില്ല. എണ്ണ ചെറുങ്ങനെ ജസ്റ്റ് ചൂടായിട്ടേ ഉള്ളൂ. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. വേണ്ടി കറി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റോളം മൂടി വെക്കാം. നമ്മൾ സാധാരണ താളിച്ചൊഴിക്കാറില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അസാമാന്യ ടേസ്റ്റാണ്. ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ പ്രത്യേക ഫ്ലേവർ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഓണത്തിന് കുമ്പളങ്ങ ഓലം വെക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓലൻ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. കാരണം തേങ്ങാപ്പാലും വൻപയറും ഒക്കെ പെട്ടെന്ന് കേടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഈ ഓലൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.